ബഹുമാനവും അതിലുപരി സ്നേഹവും നിറഞ്ഞ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് KP ശ്രീനത്ത, അതുപോലെ തന്നെ നമ്മുടെ മെമ്പർ ഗോപാലകൃഷ്ണൻ ചേട്ടൻ, ഇവിടേക്ക് ഈ പരിപാടി മഹത്തായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ PC വിശ്വനാഥ്, ദേവരാജൻ സാർ ഇവിടെ എത്താമെന്ന് എപ്പോഴും വിളിച്ചു പറഞ്ഞു. വിശ്വനാഥ് സാറും അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ലതിക ബാലസുന്ദര പണിക്കർ, നെടുവേലി സാർ ഉടൻ എത്തുന്നതാണ്. നെടുവേലി സാറും ബാലസുന്ദര പണിക്കർ, ശുഭ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളായ വ്യക്തികളെ പ്രിയപ്പെട്ട നല്ലവരായ എൻ്റെ നാട്ടുകാരെ, സ്നേഹിക്കാൻ മാത്രമറിയുന്ന എൻ്റെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ എൻ്റെ കൊച്ചനുജന്മാർക്കും അനുജത്തിമാർക്കും രാവിലെ മുതൽ ഇന്നലെയും ഇന്നുമായി ഈ സമയം വരെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സമയം പോലും, ഒരു മിനിറ്റ് പോലും വേസ്റ്റാക്കാതെ, പാഴാക്കാതെ ഈ പരിപാടി പരിപൂർണ വിജയത്തിൽ എത്തിച്ച് കൊണ്ടുവരാൻ മുൻകൈയെടുത്ത് അതിലേക്ക് എല്ലാവിധ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ മുന്നിട്ടിറങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട ബാപ്പുജി ക്ലബിൻ്റെ ഭാരവാഹികൾ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ പരിപാടിക്ക് വേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും ഒക്കെ ചെയ്തു തന്ന നല്ലവരായ നാട്ടുകാരെ, കഴിഞ്ഞ വർഷം ഇതുപോലെ ഈ സ്റ്റേജിൽ ഇവരെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കുവാനും ഓണാശംസകളും മറ്റും നേരുവാനും എനിക്ക് അവസരം ലഭിച്ചതുപോലെ തന്നെ ഈ വർഷവും എനിക്ക് ഇതുപോലെ ഒരു നിങ്ങളുടെ മുമ്പിൽ നിന്നും ഇവരെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കാനൊരു ഭാഗ്യം തന്ന ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു വിശിഷ്ട സംസ്കാരമാണ്. പൈതൃകത്തിലൂന്നിയുള്ള ഇത്തരത്തിലുള്ള ഒരു സംസ്കാരം നാം തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക്, എന്തിനധികം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോലും നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഇത്ര മഹത്തായ ഒരു സംസ്കാരം
കാണാൻ കഴിയില്ല. ജാതികൾക്കതീതമായി, മതങ്ങൾക്കതീതമായി, ഭാഷകൾക്കും വർണ്ണങ്ങൾക്കും ജാതികൾക്കുമൊക്കെ അതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായി, വ്യത്യാസമില്ലാതെ, വൈജാത്യങ്ങളോ വൈവിധ്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ എല്ലാവരും ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും സന്തോഷങ്ങൾ പങ്കുവെക്കുവാനും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുവാനും അതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുവാനും എല്ലാം പല തരത്തിലുള്ള ആളുകളുടെ, പല ചിന്തകളിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ. മറ്റു സംഘടനകളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അവരുടേതായ ഒരു ആശയം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ നമ്മൾ അവരുടെ പ്രസ്ഥാനത്തിന്റെ കാര്യമെടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അവരുടേതായ ആശയങ്ങളും ആദർശങ്ങളും അതിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു പരിപാടികളായിരിക്കും അവിടെ കാണാൻ കഴിയുന്നത്. മറിച്ച് പക്ഷേ ഈ പല വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പല സംഘടനകളിലും പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ, ഒരു സംരംഭമാണ് ഈ ബാപ്പുജി ക്ലബിലേക്ക് വ്യക്തിപരമായി എന്നെ അടുപ്പിക്കാൻ കാരണം. ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു ക്ലബിലെ ഒരു ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ട്. ആ ക്ലബ് വലിയ ആളുകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു, വലിയ അതായത് നല്ല പക്വതയുള്ള പ്രായമായവരുടെ കൂട്ടായ്മയായിരുന്നു. പക്ഷെ ഇത് വളരെ ചെറിയ മക്കളുടെ, ചെറിയ കുട്ടികളുടെ ക്ലബിന് വേണ്ടിയുള്ള പ്രവർത്തനം, അതുപോലെ ഇത്തരത്തിലുള്ള പരിപാടികൾ ഒരുമിച്ച് കൂട്ടാനുള്ള അവരുടെ ത്യാഗപൂർണമായ ആ മനോഭാവം എന്നെ വല്ലാതെ ആകർഷിക്കുകയും മനസ്സിൽ അതിയായ സന്തോഷം ഉളവാക്കുകയും ചെയ്തു. നമുക്കറിയാം, ഞാൻ ദൈവത്തിന് ഭാഗ്യം കൊണ്ട് വിദേശത്ത് പോകാൻ എനിക്ക് അവസരം ലഭിച്ചപ്പോൾ അവിടെ മലയാളികൾ നാം കരുതുന്നു കേരളത്തിൽ മാത്രമാണ് ഓണം ഒതുങ്ങി നിൽക്കുന്നത്. ഒരിക്കലുമല്ല. എവിടെയൊക്കെ മലയാളികളുണ്ടോ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികൾ ഓണം കേരളത്തിൽ എന്നപോലെ അതിലുപരിയായി ആഘോഷിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ അവർ കാട്ടുന്ന ആ മാനസികമായ ഒരു കൂടിച്ചേർന്നുകൊണ്ടുള്ള ഓണാഘോഷ പരിപാടികളും സദ്യയും വിഭവങ്ങളുമുള്ള ആഹാരങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയും അതുപോലെ തന്നെ പരിപാടികളും ഇത്തരത്തിലുള്ള ഓരോ പരിപാടികളും നടത്തുകയും ചെയ്യാനുള്ള ആ സന്നദ്ധത, അത് മലയാളികളുടെ മാത്രം പ്രത്യേകതയാണ്. ചിന്തിക്കുക, നിങ്ങൾ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കുക, ഇത്തരത്തിലുള്ള ഈ ആഘോഷം ലോകത്തെവിടെയാണ്? ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ലോകത്ത് കാണാൻ കഴിയില്ല. അതാണ് മലയാളികളുടെ ഈ കൂട്ടായ്മയായ ഓണാഘോഷ പരിപാടികളും അതുപോലെ തന്നെ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മറ്റു സാംസ്കാരിക പരിപാടികളും നമ്മുടെ ഈ ഒരു ചെറിയ സദസ്സിനെ മഹനീയമായ ഒരു സദസ്സാക്കി മാറ്റാൻ ഇവിടെ പങ്കെടുത്ത എല്ലാ വിശിഷ്ടാതിഥികൾക്കും, അതിനുപരി നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ പി.സി. വിശ്വനാഥ് അവർക്കും ഞാൻ ഓണാശംസകൾ നേരുന്നു. ഇത്തരത്തിലുള്ള ഈ ഒരു സംസ്കാരം, ഈ ഒരു കൂട്ടായ്മ തീർച്ചയായും ഒരിക്കലും മുങ്ങിപ്പോകാൻ കഴിയില്ല. കാലഘട്ടം പട്ടിണി
മരണങ്ങളും അതുപോലെ തന്നെ മറ്റു കൊലപാതകങ്ങളും നടക്കുമ്പോൾ മറുവശത്തൊരു കൂട്ടം സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അഴിമതിയും അവഹേളനവും അധർമ്മവും അസത്യങ്ങളും അനീതിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ക്ലബുകളെയും ഇത്തരം